എന്താ പറയാനുള്ളത്? പറഞ്ഞു, എനിക്ക് ചെവി കേൾക്കാം. ആ അടുക്കളക്കാരി ചിന്നു LLBക്ക് പഠിക്കാൻ പോവാന്ന് കേട്ടു. അത് അമ്മ കൂടെ അറിഞ്ഞിട്ടാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഞാനിപ്പോ ഒന്നും അറിയരുതെന്നാണല്ലോ ഇവിടെ പലരുടെയും ആഗ്രഹം. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാ നീ പറഞ്ഞതുപോലെ പെട്രോള് വാങ്ങിക്കും ഞാൻ. പക്ഷെ അത് അവരെ ദഹിപ്പിക്കാനല്ല, അവര് ജന്മം കൊടുത്ത നീ എന്ന നികൃഷ്ട ജീവിയെ പച്ചയ്ക്ക് കത്തിക്കാൻ. പിന്നെ ഒരു വിശേഷം കൂടി ഉണ്ട്. സംഭവം അറിഞ്ഞു ഓടിയെത്തിയ ചാനലുകാര് ശിവദാസന്റെ മൂത്ത മകളെ കുറിച്ച് തിരക്കി. ആരെങ്കിലുമൊക്കെ ചിലപ്പോ പഴയ തെളിവുകളൊക്കെ വെച്ച് തേടി വന്നേക്കും. തെക്കോട്ട് നോക്കി കാത്തിരുന്നോ നീ, അന്നത്തോടെ തീരും നിന്റെ ഈ ആട്ടവും ചാട്ടവും ഒക്കെ. മനസ്സിലായോടി ചേച്ചി? വാ സീതേ, പതുക്കെ. എന്തിനാ അമ്മ ആവശ്യമില്ലാത്തതൊക്കെ? ചിന്നു, എന്താ ഇങ്ങനെ? സീതയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. നിങ്ങൾ ഇവിടെ നിന്ന് കരയുന്നത് രമാദേവി കണ്ടാ പ്രശ്നമാവും. ചന്ദ്രലേഖേ, സീതയെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോകും, ഒന്ന് വിശ്രമിക്കട്ടെ. വാ സീതേ. ചിന്നു, ശിവദാസന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വൈകാതെ മാറ്റം ഉണ്ടാവും. എന്തായാലും ഇനി ജീവൻ അപകടമൊന്നും വരില്ലല്ലോ. എന്തൊക്കെ പരീക്ഷണങ്ങളാ സാറേ ജീവിതത്തില്. മോളെ, ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. അവിടെ രാവും പകലും പോലെ സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അതിനോടൊപ്പം അങ്ങ് സഞ്ചരിക്കുക. ചിന്നു, നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങണം. ദേ, ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു തെറ്റും ചെയ്യാത്ത ശിവദാസൻ ജയിലിൽ കിടക്കുന്നു. യഥാർത്ഥ പ്രതികള് പുറത്തെവിടെയോ സുഖമായിട്ട് കറങ്ങി നടക്കുക. എന്നാലും അച്ഛൻ ഇങ്ങനൊരു ബുദ്ധിമോശം കാണിക്കരുതായിരുന്നു. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ. ഒരു തെറ്റും ചെയ്യാത്ത ശിവദാസന് ഇപ്പോ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ലേ? അതൊക്കെ ഓർത്തപ്പോ ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാ. പാവം, ഇപ്പൊ അതോർത്ത് വിഷമിക്കുന്നുണ്ടാവും. ഒരു കുറ്റവും ചെയ്യാത്ത പാവം ശിവദാസൻ അനുഭവിച്ചതുപോലെ ഇനി മറ്റൊരാൾക്ക് വരാൻ പാടില്ല. അതാ മോള് ചിന്തിക്കേണ്ടത്. പാവങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയല്ലേ ചിന്നു വക്കീലാവാൻ തീരുമാനിച്ചത്? ആ തീരുമാനം എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കണം. പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള പ്രാപ്തി നേടണം. ഇനി അതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്ക്. എല്ലാത്തിനും ഞാനുണ്ടാവും കൂടെ.
നിന്റെ വിനയമാണ് നിന്റെ വിജയം. എല്ലാം നന്നായി വരും. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരുത്തി വക്കീലാവാൻ പോകുന്നത്ര. നീ വക്കീലായാൽ നിന്റെ ശബ്ദം ആദ്യം ഉയരുന്നത് എനിക്ക് നേരെയായിരിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. പഠിക്കാൻ നീ എന്നേക്കാൾ ബുദ്ധിമതിയാണെന്ന് വേറെ ആർക്കും അറിയില്ലെങ്കിലും എനിക്കതറിയാം. വാദിക്കാനും അതെ, ജയിക്കാനും അതെ. നിന്നോളം കഴിവ് മറ്റാർക്കും വരില്ല. നീ കോളേജിൽ പോവില്ല, പോവാൻ അനുവദിക്കില്ല ഞാൻ. എന്ത് തന്ത്രമിറക്കി നിന്റെ വക്കീൽ പഠനം ഞാൻ മുടക്കിയിരിക്കും. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയാനുള്ളത്? പറഞ്ഞോ, എനിക്ക് ചെവി കേൾക്കാം. ആ അടുക്കളക്കാരി ചിന്നു LLBക്ക് പഠിക്കാൻ പോവാന്ന് കേട്ടു. അത് അമ്മ കൂടെ അറിഞ്ഞിട്ടാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഞാനിപ്പോ ഒന്നും അറിയരുതെന്നാണല്ലോ ഇവിടെ പലരുടെയും ആഗ്രഹം. അതെന്താ കുഞ്ഞോളെ അങ്ങനെ ഒരു സംസാരം? കുഞ്ഞുമോളെ അറിയിക്കാതെ ഇവിടെ ആർക്ക് എന്ത് നേടാനാ ഇത്ര വലിയ തിടുക്കം? ഇനിയിപ്പോ അങ്ങനെ വല്ല ചിന്ത ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതന്നെ മുളയിലെ നുള്ളുന്നതാ നല്ലത്. അതെ, അരുതാത്ത ചില മോഹങ്ങളുണ്ടെങ്കിലേ അത് മുളയിലെ നുള്ളിക്കളയണം. HL പാത്രം കഴുകാൻ LLB എക്സാം പാസ്സാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ അതെ 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 അതെ, അത് ഐശ്വര്യ കുഞ്ഞു പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ, അടുക്കള പണിക്ക് LLBയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ലോ. നന്നായിട്ട് സോപ്പിട്ടൊന്ന് വടിച്ചാ പോരെ.